യോഗം നടക്കുന്ന സ്ഥലത്ത് നിന്നും അമൽനാഥ് പാടിച്ചാൽ കൂടി ചേരുന്നുണ്ട്. അമൽ, അവിടെ എന്താണ് സ്ഥിതി? ഇവിടെ ഇപ്പോൾ തൊഴിലാളികളെ അകത്ത് കയറ്റുവാനുള്ള മനസ്സ് പോലും അവിടെയുള്ള അധികൃതർ കാണിക്കുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. യോഗം അവസാനിച്ചോ? വിവരങ്ങൾ എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? സിന്ധുവിന്റെ നിലവിലിപ്പോൾ യോഗം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും, അതായത് തൊഴിലാളി സംഘടനാ നേതാക്കളും ഒപ്പം തന്നെ തൊഴിലാളികളും അതോടൊപ്പം തന്നെ മറ്റു പ്രതിനിധികളൊക്കെ തന്നെയും അവരുടെ ആവശ്യങ്ങൾ ഇവിടെ ലേബർ കമ്മീഷനെ അറിയിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലേബർ കമ്മീഷണർ എല്ലാ കാര്യങ്ങളും കൃത്യമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം തന്നെ നേരത്തെ സൂചിപ്പിച്ചതാണ്, കമ്പനിയുടെ ലീഗൽ അഡ്വൈസറാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹം പുറത്തിറങ്ങി മാധ്യമങ്ങളെ കാണുകയും ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നിലവിലിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന 30ഓളം ജീവനക്കാരുണ്ട്. ആ 30ഓളം ജീവനക്കാരുടെ ആവശ്യം എന്താണ് എന്ന് കേൾക്കുന്നതാണ് തൻ്റെ ഉത്തരവാദിത്തം. ഇന്ന് താൻ ആ കാര്യങ്ങൾ കേട്ട് അത് കമ്പനിയെ അറിയിക്കും. പിന്നീട് ഒരു തീരുമാനമെടുക്കേണ്ടത് കമ്പനിയാണ് എന്ന കാര്യമാണ് ലീഗൽ അഡ്വൈസർ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. നിലവിലിപ്പോഴും യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നും കമ്പനിയിലെ ഏകദേശം 30ഓളം ജീവനക്കാർ ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലേബർ കമ്മീഷനുണ്ട്, അഡീഷണൽ ലേബർ കമ്മീഷനുണ്ട്. അതേസമയം തന്നെ തൊഴിൽ വകുപ്പ് സെക്രട്ടറി യോഗത്തിൽ പങ്കെടുക്കുമെന്നായിരുന്നു ആദ്യം അറിയിച്ചത്. എന്നാൽ അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടില്ല. അതോടൊപ്പം തന്നെ കമ്പനി അധികൃതർ ആരും തന്നെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ലീഗൽ അഡ്വൈസർ മാത്രമാണ് എത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ കമ്പനി അധികൃതർ എത്താത്ത സാഹചര്യത്തിൽ ഇന്നത്തെ യോഗത്തിൽ ജീവനക്കാർക്ക് ഒരു തരത്തിലുള്ള ഉറപ്പും കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നൊരു കാര്യം വ്യക്തമാണ്. അതേസമയം തന്നെ കമ്പനി അധികൃതർ നിലവിൽ അറിയിച്ചിരിക്കുന്നത് 10-ാം തീയതി ഈ തൊഴിൽ വകുപ്പ് മന്ത്രിയുമായി ഒരു യോഗമുണ്ട്. ആ യോഗത്തിൽ തങ്ങൾ എത്തുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഇവിടെ ഇന്ന് ഈ യോഗത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ റിപ്പോർട്ട് അത് ലേബർ കമ്മീഷണർ ആ തൊഴിൽ വകുപ്പ് മന്ത്രിയുമായുള്ള യോഗത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യും. ഒരുപക്ഷെ ആ ഒരു യോഗത്തിലാകും തീരുമാനമെടുക്കുക എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഇവിടെ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സിന്ധൂരി.